1914 സംഭവം. അടൂർ തുവയൂരിൻ്റെ ഉൾപ്രദേശത്ത് നടക്കുന്ന 4 ദിവസത്തെ പ്രാർത്ഥനായോഗം. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നും തലേ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്ത് ക്ഷീണിച്ച് പുനലൂരിൽ. അവിടെ മുൻ പരിചയമോ സൗഹൃദമോ ഇല്ലാതിരുന്ന സാൽവേഷൻ ആർമി ഓഫീസറുടെ ആതിഥ്യം. അടുത്ത ദിവസം രാവിലെ തൻ്റെയും കൂടെയുള്ള കമ്മിൻസിൻ്റെയും ബാഗുകൾ അടുക്കി വെച്ച് കാളവണ്ടിയിൽ അടൂർ വഴി തുവയൂരിലെത്തുമ്പോൾ വൈകുന്നേരമായി സമയം. പിന്നീട് കാൽനടയായി ഒരു 3 കിലോമീറ്റർ അതിഥികളുടെ ബാഗും ചുമന്ന് കൂടെ യാത്ര ചെയ്യുന്ന തുവയൂരിലെ കൂട്ടായ്മയിലെ വിശ്വാസികൾ. വളരെ ആവേശത്തോടെ മുന്നോട്ടോടുന്ന വിശ്വാസികൾക്കൊപ്പം വർദ്ധിത വീര്യത്തോടെ കുക്കുസായിപ്പും കമ്മിൻസും. രാത്രിയോടെ യോഗസ്ഥലത്തെത്തി. അവിടെ ഭൂതബാധിതയായ ഒരു സ്ത്രീയെ പ്രാർത്ഥനയ്ക്കായി എത്തിച്ചിരുന്നു. കുക്കുസായിപ്പ് അവരുടെ മുന്നിലേക്ക് അടുത്തു. തെല്ല് ഭയപ്പാടോടെ തടിച്ചുകൂടിയ ജനം പുറകിലേക്കാഞ്ഞു. കുക്കുസായിപ്പും കമ്മിൻസും ആ സ്ത്രീയുടെ തലയിൽ കൈവച്ചു. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോക, കുക്കുസായിപ്പ് കൽപ്പിച്ചു. ആകാംക്ഷയോടെ ജനം നോക്കി നിൽക്കെ ആ സ്ത്രീ ശാന്തമായി എഴുന്നേറ്റിരുന്നു. പശ്ചാത്തപിച്ച് കരയുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ ദൈവത്തെ സ്തുതിച്ച് എഴുന്നേറ്റു. ഈ സംഭവത്തോടെ പെന്തക്കോസ്ത് മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുടെ വ്യത്യസ്തത കാണാൻ ജനത്തിന് കഴിഞ്ഞു. കുക്കുസായിപ്പ് തൻ്റെ പ്രവർത്തന സ്ഥലങ്ങളിൽ മിക്കവാറും എല്ലായിടത്തും ഭൂതത്തെ പുറത്താക്കിയിട്ടുണ്ട്. അത്തരം ശുശ്രൂഷകളൊന്നും ഇതുവരെ കേരളത്തിൽ ആരും ചെയ്തിരുന്നില്ല. കുമ്പനാട്ടും എഴുമറ്റൂരും പെരുമ്പട്ടിയിലും ഭൂതബാധിതർക്കായി കുക്കുസായിപ്പ് പ്രാർത്ഥിച്ചിരുന്നു. കുമ്പനാട്ട് വെച്ച് ഞായറാഴ്ച ഉച്ചയോടെ പിതാവും പെൺകുട്ടിയും കുക്കുസായിപ്പിനെ കാണാനെത്തി. പെൺകുട്ടിക്ക് ഭൂതബാധയാണ്. പിതാവ് കാര്യം പറഞ്ഞു. കുക്കുസായിപ്പ് പെൺകുട്ടിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ഭൂതം അവളെ വിട്ടുപോയി. പിന്നീട് വൈകിട്ടത്തെ യോഗത്തിൽ വെച്ച് ആ പെൺകുട്ടി സാക്ഷ്യം പ്രസ്താവിച്ചു. അത് കേട്ട് ആ കുട്ടിയെ അറിയാവുന്നവരിൽ പലരും ആശ്ചര്യപ്പെട്ടു. എഴുമറ്റൂരിലും സമാനമായൊരു സംഭവം ഉണ്ടായി. സായിപ്പിൻ്റെ മുൻപിൽ മിണ്ടാതിരിക്കാമെന്ന് ഉറപ്പു പറഞ്ഞ ഒരു ഭൂതബാധയായ സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ ബന്ധുക്കൾ കുക്കുസായിപ്പിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. കുക്കുസായിപ്പ് പ്രാർത്ഥിച്ചു. ബോധമറ്റു കിടന്ന സ്ത്രീ സന്തോഷത്തോടെ അല്പനേരത്തിന് ശേഷം എഴുന്നേറ്റ് ദൈവത്തിന് നന്ദി കരയേറ്റിയ സംഭവം ദേശത്ത് വിശ്വാസം വർദ്ധിക്കുന്നതിന് കാരണമായി. പെരുമ്പട്ടിയിൽ സർപ്പത്തെ പോലെ നൃത്തം ചവിട്ടുന്ന ഒരു ഭൂതബാധിതയ്ക്കായിട്ട് കുക്കുസായിപ്പ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയാൽ ഭൂതം വിട്ടുപോയി. അങ്ങനെ ആദ്യകാലങ്ങളിൽ കുക്കുസായിപ്പിനെ പോലെയുള്ള സുവിശേഷ പ്രവർത്തകർ ഈ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹകരമായി ചെയ്തിരുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുവിശേഷകൻ ഭൂതബാധയായ സ്ത്രീയെ സൗഖ്യമാക്കുവാനായി സഭയിലേക്ക് ചെല്ലുകയാണ്. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസമാണ് ഈ ശുശ്രൂഷ. ഹാൾ തിങ്ങി നിറഞ്ഞ വിശ്വാസികൾ. മുറിയിലായിരുന്ന ഭൂതബാധയായ സ്ത്രീയെ ഹാളിലേക്ക് കൊണ്ടുവരികയാണ്. വരപ്രാപ്തനായ ശുശ്രൂഷകൻ ഈ സ്ത്രീക്ക് സമീപമെത്തി. യേശുവിൻ്റെ നാമത്തിൽ, ഒന്ന് പോ പാസ്റ്ററെ, രാവിലെ പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചിട്ട് വന്നേക്കുക. ഇത് കേട്ട് ശുശ്രൂഷകൻ അല്പം ജാള്യതയിലായെങ്കിലും അത് ഞാനും ദൈവവും തമ്മിൽ തീർത്തോളാം എന്ന് പറഞ്ഞ് ഭൂതത്തെ വിരട്ടി. ഈ സംഭവത്തോടെ തന്നെ പഴയ കാലവും പുതിയ കാലവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാം. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.